ആലുവ ഇടമുള്ള പാലത്തിന് സമീപം പെരിയാറിന്റെ കൈത്തോട്ടിൽ മീനുകൾ ചത്തുപൊങ്ങുന്നു. ഇന്നലെ വൈകിട്ട് മുതൽ വെള്ളത്തിന് ചുവപ്പ് നിറമായി തുടങ്ങിയിരുന്നു. മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥരെത്തി വെള്ളം സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് കരിമീനടക്കമുള്ള മീനുകൾ ഇവിടെ ചത്തുപൊങ്ങാൻ തുടങ്ങിയത്. വൈകിട്ട് ഒരു 3-3:30 ആയപ്പോഴാണ് നമ്മളെ കോട്ടക്കടവ് ഭാഗത്തുനിന്ന് ഇങ്ങനെ വെള്ളത്തിന്റെ കളർ മാറിയെന്ന് പറഞ്ഞത് ആ പരിസരവാസികൾ വിളിച്ചു പറഞ്ഞ് ഞങ്ങൾ അവർ ചെല്ലുകയും അതുപോലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെയും പരിസര പ്രവർത്തകരെയും അതുപോലെ മാധ്യമ പ്രവർത്തകരെയൊക്കെ വിളിച്ച് പറയുകയും ചെയ്തിരുന്നു. അങ്ങനെ അവരെല്ലാവരും വരികയും ആ സ്ഥലത്തിന്റെ സാമ്പിളൊക്കെ എടുത്തിട്ട് കൊണ്ടുപോയി പൊല്യൂഷൻ കൺട്രോൾ ബോർഡുകാർ അതിന്റെ സാമ്പിളൊക്കെ കൊണ്ടുപോവുകയും ചെയ്തു പരിശോധിക്കാനായിട്ട്. അങ്ങനെ നമ്മളപ്പോൾ തന്നെ പിന്നെ വേറെ ഞങ്ങളും ഒരു പരിശോധന വെള്ളമൊക്കെ എടുത്തുകൊണ്ട് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ എറണാകുളത്ത് കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് രാവിലെ മീനുകളൊക്കെ ചത്തുവാങ്ങാൻ തുടങ്ങിയത്. ശരിയാണ് ബീന, ഇന്ന് രാവിലെയാണ് ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇപ്പോൾ ബന്ധപ്പെട്ടവർ അധികൃതർ ഇപ്പോൾ സാമ്പിൾ ശേഖരിച്ചതിന് റിപ്പോർട്ട് വന്നിട്ടുണ്ടോ? പ്രാഥമികമായ ഒരു വിലയിരുത്തലും എന്താണ്? സുരേഷ്, പെരിയാറില് കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ മത്സ്യക്കുരുതിയുടെ ആഘാതം മാറുന്നതിന് മുമ്പാണ് ഇന്നിപ്പോൾ ആലുവ എടമുള പാലത്തിന് സമീപം പെരിയാറിന്റെ തന്നെ ഒരു കൈവഴിയിൽ ഇത്തരത്തിൽ മീനുകൾ ചത്തുപൊങ്ങുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. ഇന്നലെ തന്നെ ഈ കൈവഴിയിലെ വെള്ളത്തിന് നിറവ്യത്യാസം ഉണ്ടായിരുന്നു. ഇത് നാട്ടുകാര് കൃത്യമായി മലിനീകരണ നിയന്ത്രണ ബോർഡിനെ ഒപ്പം തന്നെ മറ്റ് അധികാരികളെയൊക്കെ അറിയിച്ചിരുന്നു. അവർ സാമ്പിൾ ശേഖരിക്കുകയും ചെയ്തു. എന്നാൽ ഈ സമയം വരെ അതുമായി ബന്ധപ്പെട്ട മറ്റൊരു നടപടിയും പൂർത്തിയായിട്ടില്ല. റിപ്പോർട്ടിന്റെ ഫലമടക്കം ഒന്നും പുറത്തു വന്നിട്ടില്ല. ഇപ്പോഴത്തെ അവസ്ഥ, ഇവിടെ ചെറിയ മീനുകളടക്കം ഓക്സിജൻ ലഭിക്കാതെ ജലോപരിതലത്തിലേക്ക് പൊങ്ങി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പല കരിമീനുകളടക്കം ഇവിടെ ഇങ്ങനെ ഇത്തരത്തിൽ ജലത്തിൽ ഓക്സിജൻ കിട്ടാതെ ജലത്തിന് മുകളിലേക്ക് പൊങ്ങി വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇത് പല ഫാക്ടറികളുടെയും സമീപത്തൂടെ തന്നെയാണ് ഈ കൈവഴികൾ എല്ലാം തന്നെ പോകുന്നതെന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു വസ്തുത. കഴിഞ്ഞ ദിവസം പെരിയാറിൽ മത്സ്യക്കുരുതി ഉണ്ടായപ്പോൾ തന്നെ വ്യവസായശാലകളിൽ നിന്ന് രാസമാലിന്യം ഒഴുക്കി വിടുന്നത് മൂലമാണ് ഇത്തരത്തിൽ മത്സ്യം ചത്തുപൊങ്ങാൻ കാരണമെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അമോണിയം സൾഫൈഡ് ഉൾപ്പെടെയുള്ള രാസമാലിന്യങ്ങൾ വെള്ളത്തിൽ വിശദാംശങ്ങൾ നൽകിയതാണ്.